ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനമായ ഔഷധിയിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ് ഔഷധിയിലാണ് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിന് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യം റിസപ്ഷനിസ്റ്റ് പോസ്റ്റാണ്, ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള പ്രാവീണ്യവും ബന്ധപ്പെട്ട മേഖലയിലുള്ള പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 14,600 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ബോയിലർ ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പറ്റൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 19,750 രൂപയാണ് ലഭിക്കുക. അടുത്തത് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 2 ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജിയിലുള്ള BSc ഉണ്ടായിരിക്കണം. BTech, BPharm, ആയുർവേദം ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 15,600 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് കോസ്റ്റ് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുമുള്ള ബിരുദം ഉണ്ടായിരിക്കണം. കൂടാതെ CMA ക്വാളിഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറി കേഡറിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 50,200 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. ആദ്യം റിസർച്ച് അസോസിയേറ്റ് ഫാർമസി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് MPharm ആണ്. 20 മുതൽ 41 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പ്രതിമാസ വേതനം 31,750 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ബോട്ടണി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെ MSc ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ PhD ബോട്ടണി ടാക്സോണമി ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 31,750 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ബയോടെക്നോളജി തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെയുള്ള MSc ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ PhD ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജി ഉണ്ടായിരിക്കണം. ഫെർമെൻറ്റേഷൻ ടെക്നോളജി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസ വേതനം 31,750 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് റിസർച്ച് അസോസിയേറ്റ് മൈക്രോബയോളജി പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെ MSc മൈക്രോബയോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ PhD ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മൈക്രോബയോടെക്നോളജി ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. സാലറി 31,750 രൂപയാണ് ലഭിക്കുക. അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ഇൻസ്ട്രുമെന്റേഷൻ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് 60% മാർക്കോടെ MSc കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ PhD കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷനിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ടായിരിക്കണം. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. സാലറി 31,750 രൂപയാണ് ലഭിക്കുന്നത്. മുകളിൽ പറഞ്ഞ 5 തസ്തികകൾക്കും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ളവർ നിങ്ങളുടെ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം അപേക്ഷകൾ 12/2/2025 വൈകുന്നേരം 5 മണിക്ക് മുൻപായി ഔഷധിയുടെ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതും കൂടാതെ ഔഷധി വെബ്സൈറ്റിൽ ലഭ്യമായ ഗൂഗിൾ ഫോം വഴി നിർബന്ധമായും അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ്. അപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട വിലാസം ഔഷധി ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ്, കുട്ടനെല്ലൂർ, തൃശ്ശൂർ 680014 കേരള.
കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.